മലരേ മൗനമാ മൗനമേ ഗീതമോ മലർകൾ ആന്റിയെ ആ ആന്റി ആന്റിയുടെ അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. എതുക്ക്? ഓ എന്തോ അത്യാവശ്യം തോന്നുന്നു. இந்த வேலையெல்லாம் முடிச்சிட்டு நான் போறேன். പെട്ടെന്ന് ചെല്ലേ ആന്റി, എന്തോ അത്യാവശ്യം പറയാനും തോന്നുന്നുണ്ട്. என்ன பெரிய அத்தியாவசியம் ஒன்றும் இல்லை லட்சு. நம்ம படவலத்துல சரளா இருக்காங்கல்ல, அவங்கள பத்தி குத்தம் சொல்றதுக்கு தான் கூப்பிடுறாங்க. இந்த வேலை முடிச்சிட்டு நான் போறேன். എന്തായാലും ചെല്ലേ, ഇല്ലെങ്കിൽ അമ്മൂമ്മ ആന്റിനെ മുടിക്കും. എന്താ വേല ഞാൻ ചെയ്യറേ. அப்படின்னா நான் போய் வந்ததுக்கு அப்புறம் நான் செய்யறேன். അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഇങ്ങനെ നേരെ ഒരു ശരീരത്ത് കയറാൻ യോഗമില്ലാത്ത ഒരു ഷർട്ട് 350 രൂപ പോലും. അപ്പുറത്ത് എങ്ങനെ പോയിരുന്നു കൂവച്ചേ? കുഴിപ്പുറത്തച്ഛനെ എന്താ അച്ഛാ? പേപ്പർ? ഏത് പേപ്പർ? ആ അതെന്റെ ബാക്കി കിടപ്പുണ്ട്. ഫോട്ടോ എടുത്ത് അയക്കാനാ? ഞാനിപ്പോ എന്താ ഇപ്പൊ അയച്ചു തരാം. 2 മിനിറ്റ് ഇപ്പൊ തരാം. ചേച്ചി പോയാ? ഇതൊന്നും ചെയ്ത് തീർത്തില്ലേ? ചേച്ചിക്കാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. പാവം കനയാൻറ്റി. ഈ വീട്ടിലെ എല്ലാ ജോലിയും കനയാൻറ്റിയാ ചെയ്യുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം തുടച്ചു വെക്കാം. അതാകുമ്പോൾ വൈകുന്നേരം ആൻറ്റി നല്ല പഴംപൊരി ഉണ്ടാക്കി തരും. ദൈവമേ, ഇന്നത്തെ ദിവസം ശരിയല്ല. ഞാൻ തൊടുന്ന എല്ലാ അബദ്ധമാണല്ലോ. ഇവിടെ നിന്നാ ശരിയാവൂല. ക്ലാസ് പൊട്ടി. അമ്മൂമ്മ അമ്മൂമ്മ എന്താ എന്താടാ? എന്തോ കാലി ഇതെന്തുവാടാ ഇത്? ആ പാത്രം പൊട്ടിച്ചോ? ആര് പൊട്ടിച്ചെന്ന്? നീ അല്ലാതെ പിന്നെ ആരാ? എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ പൊട്ടി കിടക്കുകയായിരുന്നത്. എന്റെ കാലി കയറി. അതിനൊരു സമാധാനം പറയും. ആ എന്ത് കനാന്റെ? டேய், நான் இல்லடா. நான் இதை கிளீன் பண்ணிட்டு இருந்தேன். அப்ப வந்து அம்மா என்ன கூப்பிட்டாங்க. நான் அம்மா சரளாவை குத்தம் சொல்றதெல்லாம் கேட்டுட்டு இருந்தேன். ഇത് ക്ലീൻ തുടച്ചോണ്ടിരുന്നത് ഞാനാ. പക്ഷെ എന്റെ കയ്യിൽ താഴെ വീണ് പൊട്ടിയിട്ടില്ല. ഉളുപ്പുണ്ടോ എനിക്ക്? തുടച്ചോണ്ടിരുന്നു ഞാൻ, എന്നിട്ട് എന്റെ കയ്യും താഴെ വീണ് പൊട്ടിയില്ലെന്ന്. താഴെ ഇട്ട് പൊട്ടിച്ചിട്ട് നൈസിൽ പേര് വരായിരിക്കാൻ വേണ്ടി മാറിയിരുന്നല്ലേ. എടാ ഞാനല്ലടാ. നീ അല്ലയോ കനകത്തിനോട് പറഞ്ഞു നീ ചെയ്തോളാമെന്ന്? അമ്മൂമ്മ ഞാൻ അങ്ങനെ പറയുകയും ചെയ്ത് ഞാനത് തുടച്ചോണ്ടിരുന്നതാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടില്ല. ചേച്ചി, ആ കുയില് പോയേ? അയ്യോ, ഇതെങ്ങനെ പൊട്ടി? ആരെയാടാ പൊട്ടിച്ചത്? എന്റെ ചേച്ചി എല്ലാവരും പറയാഞ്ഞ്. നിന്റെ അമ്മൂമ്മയാണ് പൊട്ടിച്ചത്. അയ്യോ ഞാനല്ല, ഞാനവിടെ സരള കുറ്റം പറഞ്ഞോണ്ടേ. ചേച്ചി, എന്നാലും ചെയ്തത് മോശമായി പോയേട്ടാ. ചേട്ടാ, പാചകം കൊണ്ടാ? കാലി കൊണ്ട് കയറിയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. താന്റെ കാലത്തിയായിട്ട് ജനിച്ചാണ്. ഞാൻ അറിയത്തില്ല ചോദിക്കാണ്. എന്തോന്നത്? രാവിലെ എന്റെ നല്ലൊരു ഷർട്ട് നശിപ്പിച്ച് കത്തിച്ച് കൈ തന്ന് ഉപ്പുകാരന്റെ ഗ്ലാസ് തറയിട്ട് പൊട്ടിച്ച് അതിന്റെ കുപ്പിച്ചിൽ എന്റെ കാലേ കയറ്റി എന്നെ ടോർച്ചർ ചെയ്യാൻ നോക്കണ്.
ശരിക്കും തനിക്ക് എന്തുവാ വേണ്ടേ? ചേച്ചിയുടെ ഇന്നത്തെ ദിവസം ശരിയല്ലേ ചേച്ചി? ചില ദിവസം ഇങ്ങനെ ചേച്ചി, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തി. யாரும் சண்டை போட வேண்டாம், நான் இதெல்லாம் க்ளீன் செய்யறேன். കനകാന്റി ക്ലീൻ ചെയ്യണ്ട, ലച്ചു ചേച്ചി ഇത് ക്ലീൻ ചെയ്യും. പൊട്ടിച്ച ആൾക്കാരെ ക്ലീൻ ചെയ്തോളും. ഇത് പൊട്ടിച്ചത് ഞാനല്ല, പക്ഷെ ഞാൻ ക്ലീൻ ചെയ്തോളാം. നിങ്ങൾക്ക് എന്തോ ദൈവഭാഗ്യത്തിന് വലിയതൊന്നും കേറിയില്ല, ചെറിയ പൊടി കയറിയുണ്ട്, വലിയ പ്രശ്നമില്ല. நான் பூமரிந்தா na 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 na. ആന്റി, ആന്റിക്ക് എങ്ങനെ ഇത്രയും ജോലിയാന്ന് തോന്നുന്നു? எனக்கு இந்த வேலையெல்லாம் செய்யறதுக்கு ரொம்ப பிடிக்கும் பாரு. பாரு, நம்ம எந்த வேலை செய்யறோமோ அது நம்ம பிடிச்சு செஞ்சா எப்பவுமே செய்ய தோணும். ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ஒரு நிமிஷம் கொடு. என்னோட அப்பா. நான் கொஞ்சம் பேசிட்டு வரேன். அப்பா, நான் நல்லா இருக்கேன். പാവ ആന്റി, ഇവിടുത്തെ എല്ലാ ജോലിയും ആന്റി ആന്റിയെ സഹായിക്കും. അയ്യോ, എന്തോന്നത്? ഇന്നെന്താ ഇങ്ങനെ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല?